എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ സൗള് അവനാണെങ്കിൽ ഇപ്പൊ ചോപ്പറിനോടും റോബിനോടും അവരോട് രണ്ടുപേരോടും ആളുടെ മുടിയിൽ വന്ന് ഒളിഞ്ഞിരിക്കാനായിട്ട് പറയും. ഇവരെ ഞാൻ മുൻപേ കണ്ടിട്ടുണ്ട്. ഇവരുടെ പേര് അത് ഗാർണേറ്റ്സ് എന്നാണ്. ഇവർ നിങ്ങൾ കരുതും പോലെയല്ല, ഇമ്മോർട്ടൽസ് ആണ്. സോ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങളുടെ ടൈം എത്തുമ്പോൾ മാത്രം നിങ്ങൾ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ സോമർ ആണെങ്കിൽ എന്നോട് ചോദിക്കും, നീ വോഹാറയിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ? ഇതാ ഇവിടെ ഗംഗോയെ കാണിക്കും. അവനാണെങ്കിൽ ബാക്കിയുള്ള 5 സ്ട്രോ ഹാറ്റ്സിനെയും അവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഗംഗോയെ കണ്ട സോമർ ആണെങ്കിൽ ഇപ്പൊ അവനോട് ചോദിക്കും, ഓ നീ സ്ട്രോ ഹാറ്റ്സിനെ എല്ലാം പിടിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നോ? അവരെ നമ്മുടെ ടീമിൽ ചേർക്കാനാണോ നീ ഉദ്ദേശിക്കണേ? അടുത്ത നിമിഷം ഗില്ലിങ്ങോ ആണെങ്കിൽ ഇപ്പോ സോമറിനെ കോണ്ടാക്ട് ചെയ്യും. അതിനുശേഷം ദേഷ്യപ്പെട്ട് പറയും, നീ സത്യത്തിൽ ഒരു പൊട്ടനാണ്. നമ്മൾ ഇവിടേക്ക് വന്ന കാര്യം അതെന്താണെന്ന് നിനക്ക് അറിയില്ലേ? സ്ട്രോ ഹാറ്റ് ലൂഫിയെ ട്രിഗർ ചെയ്ത് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാനല്ല, മറിച്ച് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇവിടുന്ന് കടന്നു പോകാനാണ്. അതേസമയം നാമി അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ സൗളിനെ എങ്ങനെ ചെയ്യും? മാത്രമല്ല സോളിനെയും നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി. ജിംബൈ, ഞാൻ ഒരിക്കലും കരുതിയില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നിന്നെക്കൊണ്ട് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കരുതിയത്. ജിംബൈക്കാണെങ്കിൽ കൺട്രോൾ പോവും. ഓ നോ, അല്പനേരെങ്കിലും ഒന്ന് മിണ്ടാതിരിക്കെ. ഞാൻ എങ്ങനെയെങ്കിലും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് ശ്രമിക്കട്ടെ. ഇവിടെ ഉസോപ്പ് ആണെങ്കിൽ ആ ലേഡി ഭയങ്കര സ്ട്രോങ് ആണ്, ടെറർ ആണെന്ന് പറയും. ബ്രൂക്ക് ആണെങ്കിൽ ഗംഗുവിനെ കുറിച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും. അടുത്ത നിമിഷം ഗംഗു ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇപ്പോ ബ്രൂക്കിനോട് പറയും, സത്യത്തിൽ എനിക്ക് ആദ്യം നിന്നോട് ഒരുപാട് ദേഷ്യമായിരുന്നു, പക്ഷേ നീ ഇപ്പോൾ വല്ലാതെ ഇംപ്രസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇനി മുതൽ നീ എൻ്റെ മ്യൂസിക് സ്ലേവ് ആയിരിക്കും. എനിക്ക് വേണ്ടിയായിരിക്കും നീ മ്യൂസിക് ഒക്കെ വായിക്കുക. അത് കേട്ട് നാമിയൻ ടീമിന് അതൊട്ടും ഇഷ്ടാവില്ല. നാമിക്കാണെങ്കിൽ ഭയങ്കര അതിശയം, കാരണം ബ്രൂക്കിന്റെ മ്യൂസിക്കിനെ കുറിച്ച് ഇവൻ എങ്ങനെ അറിയാം? അതിന് ഉസോപ്പ് പറയും അവനൊരു സെലസ്ട്രിയൽ ഡ്രാഗൺ ആണ്. സോമർ ആണെങ്കിൽ ഗംഗു ഒഴിവാക്കുകയാണ്. എനിക്കിപ്പോൾ ഫൈറ്റ് ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ല. എത്രയും വേഗം ഇവിടുന്ന് കടന്നു പോകണമെന്ന് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അത് കേട്ട് ഇവിടെ ബ്രൂക്ക് ആണെങ്കിൽ ഗംഗുവിനോട് പറയും, എന്നോട് ക്ഷമിക്കണം. എൻ്റെ പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ സ്ട്രോ ഹാറ്റ് ടീമിന്റെ ഒരു മെമ്പറാണ്. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഞാൻ കേൾക്കൂ. അവനോടൊപ്പം നിൽക്കാനും അവനോടൊപ്പം എൻ്റെ സംഗീതം കൊണ്ടുപോകാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗുനാണെങ്കിൽ ദേഷ്യം കൂടും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ തന്ന ഓഫർ അത് നീ റെഫ്യൂസ് ചെയ്യാൻ ചോദിച്ച് ഇപ്പൊ ബ്രൂക്കിനെ അച്ചറം പൊച്ചറം തല്ലുകയാണ്. സോമർ ആണെങ്കിൽ ഇവരുടെ ബ്രോഡ്കാസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയും. സോബറിന്റെ ശബ്ദം ഇപ്പൊ എൽബോഫിലുള്ള എല്ലാ സ്നെയിലൂടെയും പുറത്തേക്ക് കേൾക്കുകയാണ്. സോബർ ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ കൂടുതൽ പ്രഷർ അത് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ആക്ച്വലി അതിന്റെ എല്ലാം തന്നെ റെസ്പോൺസിബിലിറ്റി ഞങ്ങളുടേതാണ്. ഞാൻ മേരി ലാൻഡിന്റെ അതോറിറ്റി സോമറാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ സോമർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓരോരോ ഗ്രാമത്തിലുള്ള ട്രീ മോൺസ്റ്റേഴ്സിനെ കൊല്ലുന്ന ജയൻസ് അവർ ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ മറ്റൊരു ഭാഗത്ത് ഒരുത്തനാണെങ്കിൽ ഒരു സ്നെയിലുമായിട്ട് ഡ്രോഹിയുടെയും ബ്രോഹിയുടെ അടുത്തേക്ക് ഓടി അടുക്കും. ഉടനെ ഡ്രോഹിയും ബ്രോഹിയും അവർ രണ്ടുപേരും ആ ഒരു ട്രാൻസ്പോർട്ട് സ്നെയിലിൽ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. സോമർ ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, ഞങ്ങൾ ഈ ഒരു ഐലാൻഡിലുള്ള കുട്ടികളെ എല്ലാവരെയും തട്ടിക്കൊണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ രക്ഷിക്കാനായിട്ട് ഇവിടേക്ക് വന്ന ആറാഞ്ചി ടീമിനെ അവരെയും ഞങ്ങൾ തകർത്ത് കളഞ്ഞു. ആറാഞ്ചിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര ടെൻഷൻ. സൗളിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്നായിരിക്കും അവൻ ചിന്തിക്കുക. ആണെങ്കിൽ വീണ്ടും പറയും, എനിക്ക് വീഡിയോ സ്നെയിലൂടെ ഇവിടെ നടക്കുന്ന കാഴ്ചകൾ കാണിക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുട്ടികളെല്ലാവരും സേഫാണ്. ഞങ്ങളുടെ വഴിയെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഞ്ചിയോ ആണെങ്കിൽ കാര്യം കേട്ട് ഷോക്കായി ഇപ്പൊ അവന്റെ കൂടെ ഉള്ളവരോട് നഷ്ടപ്പെട്ടു പോയ കുട്ടികളുടെ ഡീറ്റെയിൽസ് അതുണ്ടോ ചോദിക്കും. കട്ട് ചെയ്ത ഡീറ്റെയിൽസ് ഉപയോഗിച്ച് എത്രയും വേഗം അവരുടെ വീടുകളിൽ ഇക്കാര്യം അറിയിക്കണം. കട്ട് ചെയ്ത കുഞ്ഞുങ്ങളെ കാണിക്കും. അവർക്കാണെങ്കിൽ ഇപ്പോ അവരുടെ ബോധം തിരികെ കിട്ടിയിരിക്കുകയാണ്. ആ ഡ്രീം മൈൻഡിൽ നിന്ന് നോർമൽ മൈൻഡിലേക്ക് എത്തി. പക്ഷെ അവർക്കാണെങ്കിൽ അവരുടെ ബോഡിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓ നോ, നമ്മളിപ്പോൾ ഒരുപാട് ദൂരത്താണ്. നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് 10ാമത്തെ ബ്ലോക്കിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ബോഡി അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും ചോദിച്ച് അവർ പരസ്പരം നിസ്സഹായരായി നോക്കും. ഓളനാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾക്ക് ഇതുവരെ കാര്യം മനസ്സിലായില്ലേ? നമ്മളടക്കം എല്ലാവരും ഇപ്പോൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് കേട്ട കുട്ടികളാണെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണം, അച്ഛനെ കാണണം, അമ്മയെ കാണണം എന്ന് പറഞ്ഞ് ഒച്ചത്തിൽ ബഹളം വയ്ക്കാനായിട്ട് തുടങ്ങും. കോളനാണെങ്കിൽ അവരെ സമാധാനിപ്പിക്കും. നിങ്ങൾ ബഹളം വെച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ നിങ്ങളെ കഴിഞ്ഞും പവർഫുൾ ആണ്. എന്റെ പവറിന്റെ അങ്ങേ അറ്റം ഉപയോഗിച്ചിട്ടും നിങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തും. ഞാനൊരു വാരിയറാണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന അതേസമയം ഒരു മോൺസ്റ്റർ അവരുടെ മുൻപിലേക്ക് വരും. കുട്ടികളാണെങ്കിൽ കോളനോട് അവരെ രക്ഷിക്കാനായിട്ട് അപേക്ഷിക്കും. പക്ഷെ കോളനും ആ മോൺസ്റ്ററെ കണ്ട് ഭയപ്പെടുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത ഗ്രേറ്റ് എറിക് ഷിപ്പ് കാണിക്കും. അതിലുള്ള എല്ലാവരും ചേർന്ന് സൗളിനെ ഡിഫീറ്റ് ചെയ്തു. ആ ഒരു കിങ് ആണെങ്കിൽ ഡ്രോഹിയോടും ബ്രോഹിയോടും പറയും, നമ്മുടെ കപ്പലിനും തകരാറ് സംഭവിച്ചിരിക്കുകയാണ്. കപ്പലിലേക്ക് കുറേശ്ശെ വെള്ളം കയറാൻ തുടങ്ങി. ഡ്രോഹിയും ബ്രോഹിയും താഴേക്ക് നോക്കും. കപ്പലിന്റെ അടിഭാഗത്തായിട്ട് എന്തോ ഒരു തരത്തിലുള്ള മോൺസ്റ്റർ അങ്ങനെ കപ്പലിൽ ഇറുകി പിടിച്ചിരിക്കുകയാണ്. കപ്പലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഡ്രീം മോൺസ്റ്ററിനെ കണ്ട് ഡ്രോഹിയും ബ്രോഹിയും അവർ ഷോക്കാവും. കാരണം ആ ഡ്രീം മോൺസ്റ്ററിന്റെ പവർ അത് വളരെ കൂടുതലാണെന്ന് അവർക്കറിയാം. 2 വുമൺ ട്രീ മോൺസ്റ്റേഴ്സ് ഉണ്ട്.
ആ കുട്ടികളുടെ ഫിയർ കണ്ടാണ് അവറ്റകൾ അവിടേക്ക് വന്നിരിക്കുന്നത്. അഡൾട്ട് ആണെങ്കിൽ അത് അവരുടെ മദറാണെന്ന് കരുതി അവരും ഭയപ്പെടാനായിട്ട് തുടങ്ങും. അവറ്റകളാണെങ്കിൽ ഓരോരുത്തരായിട്ട് ഇപ്പോൾ അവരോട് മാപ്പ് പറയാനായിട്ട് തുടങ്ങുകയാണ്. ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഓരോരുത്തരും ഇപ്പോൾ മാപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേസമയം വേറൊരാൾ അവിടേക്ക് വന്ന്, ചീഫ്, നമ്മുടെ കപ്പല് അത് താഴേക്ക് പോവാണ്, മേഘങ്ങളെല്ലാം കറുത്തിരണ്ട് വരികയാണ്. അടുത്ത നിമിഷം തന്നെ ആ എറിക് ഷിപ്പ് അത് താഴേക്ക് പോകാനായിട്ട് തുടങ്ങും. ഓമനാണെങ്കിൽ ആ കാഴ്ച കണ്ട് ശരിക്കും ആ ഒരു ഗ്രേറ്റ് പൈററ്റ് ഷിപ്പ് അതിപ്പോ ക്രോസ് ആയിരിക്കുകയാണ്. മാത്രമല്ല ആ കപ്പല് അത് ക്രാഷ് ആയിരിക്കുകയാണ്. ഏതോ ഒരു സ്ട്രോങ് മോൺസ്റ്റർ ഓർ ഡീമൺ അവരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കപ്പലിന് അങ്ങനെ സംഭവിച്ചത്. ഞാനിത് വളരെ ബ്രീഫായിട്ടാണ് പറയാൻ പോകുന്നത്. മൗണ്ടൈൻ ബിയർ ജെറു, അദ്ദേഹത്തോടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ജെറു ആണെങ്കിൽ ഇപ്പോൾ അവരോട് പറയും, ആക്ച്വലി കിങ്ങിനെ കാണാതെ പോയ കാര്യം ആർക്കും അറിയില്ല. സോ എൽബാഫിനോട് സംസാരിക്കുമ്പോൾ നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു കിങ് ഇല്ല. അതുകൊണ്ടാണ് ജെറൽസാമിയോട് ഈ കാര്യങ്ങളെല്ലാം സോബർ പറയുന്നത്. ആണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, റോഹിക്കും ബ്രോഹിക്കും ഇവിടെയുള്ള കിങ് അവർ കാണാതെ പോയത്, അദ്ദേഹം കാണാതെ പോയ കാര്യം അറിയില്ല. സോ അതുകൊണ്ട് തന്നെ എൽബോഫിന് കൊടുക്കുന്ന നിർദ്ദേശം പോലെ വേണം നിങ്ങളിത് പറയാനായിട്ട്. റിപ്ലിയും ഫ്രാങ്കിയും അവർ രണ്ടുപേരും ആ ഗ്രേറ്റ് എറിക് ഷിപ്പുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാങ്കിയാണെങ്കിൽ നമുക്ക് എത്രയും വേഗം അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് സ്പീഡ് കൂട്ടി ഓടും. സോംബർ ആണെങ്കിൽ ഇപ്പോൾ എല്ലാവരോടായിട്ട് പറയും, ഞങ്ങളുടെ ലക്ഷ്യം അത് വളരെ സിമ്പിളാണ്. ഇനി മുതൽ ഇവിടെയുള്ള ജയൻസ് എല്ലാവരും ഞങ്ങളുടെ സോൾജേഴ്സ് ആയിരിക്കും. അതല്ല എങ്കിൽ ഇപ്പൊ തട്ടിക്കൊണ്ടുപോയ ആ കുഞ്ഞുങ്ങളെ അവർ നിങ്ങൾക്ക് തിരികെ കിട്ടില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്താൽ ഓരോരുത്തരും ഇപ്പൊ ഏതൊക്കെ പൊസിഷനിലാണെന്ന് ഇപ്പൊ ഒരു മാപ്പ് കാണിച്ചു തരും. വിജയമാണെങ്കിൽ ഓരോ കുട്ടികളുടെ പേരായിട്ട് വായിക്കാനായിട്ട് തുടങ്ങും. അത് കേൾക്കേണ്ട താമസം അവരുടെ പാരൻസ് അവർ ഞെട്ടുകയാണ്. ഇവിടെ ആണെങ്കിൽ ഡബിൾ ഷോക്കാവും. എൻ്റെ ഗ്രാൻഡ് ഡോട്ടറിനെയും അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എത്രയും വേഗം നമ്പർ 8ലേക്ക് പോയി എനിക്ക് അവരെ തിരികെ പിടിക്കണം. അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ കുട്ടികളെ കാണിക്കും. അതിലൊരു കുട്ടിയാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു കരയും. മറ്റൊരു കുട്ടിയാണെങ്കിൽ എനിക്ക് എൻ്റെ ബോഡിയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ടെൻസ്ഡ് ആവും. വേറൊരു കുട്ടി ഒരുപക്ഷെ നമ്മുടെ ഇല്യൂഷൻ ആയിരിക്കാം, നമ്മളെല്ലാവരും ഒരു ട്രാപ്പിൽ പെട്ടുപോയിരിക്കുകയാണെന്ന് പറയും. മറ്റൊരു കുട്ടിയാണെങ്കിൽ എൻഡിൽ നമ്മളെല്ലാവരും രക്ഷപ്പെടും, നമ്മളെ എല്ലാവരും ചേർന്ന് രക്ഷപ്പെടുത്തും. സോംബർ ആണെങ്കിൽ കുട്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മൊത്തത്തിൽ 9 കുട്ടികളെയാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. അവരെല്ലാവരും രക്ഷപ്പെടുത്താൻ ശ്രമിച്ച മറ്റൊരാളും കൂടെ ഞങ്ങളുടെ വലയിൽ പെട്ടുപോയത് മറ്റാരുമല്ല, സാക്ഷാൽ കൂളൻ. ഇവിടെ ഫ്രാങ്കിയും ടീമും ആണെങ്കിൽ ആ ഒരു വലിയ ഷിപ്പിന്റെ അടുത്തേക്ക് വന്ന് അവിടെയുള്ള ജയൻസിനെ ഹെൽപ്പ് ചെയ്യുകയാണ്. അവരാണെങ്കിൽ നിർത്താതെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം, വാരിയേഴ്സിന് സ്കൂളിന്റെ ആവശ്യമില്ല, ലൈബ്രറിയും ആവശ്യമില്ല. സോ സ്കൂളും ലൈബ്രറിയും അത് രണ്ടും ഇല്ലാതാക്കി വേൾഡ് ഗവൺമെന്റിന് മുൻപിൽ അടിയറവ് വെക്കാനാണ് അവരുടെ പ്ലാൻ. ഞങ്ങളുടെ ഡിമാൻഡ് അത് വളരെ ചെറുതാണ്. നിങ്ങൾ ഈ നിമിഷം മുതൽ ഞങ്ങളുടെ വാരിയേഴ്സായി മാറണം. അതല്ല എങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്നും നിങ്ങൾക്ക് തിരികെ കിട്ടില്ല. കുഞ്ഞുങ്ങളാണെങ്കിൽ അത് കേട്ട് നിലവിളിക്കും. റോഹിയാണെങ്കിൽ തീർത്ത് പറയും, ആ കുഞ്ഞുങ്ങളുടെ ലൊക്കേഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, എത്രയും വേഗം അവർ അറ്റാക്ക് ചെയ്ത് ആ കുഞ്ഞുങ്ങളെ തിരികെ പിടിക്കണം. ഇത് ഇവിടെ ചോപ്പറിനെ കാണിക്കും. അവനാണെങ്കിൽ റോബിനെ വിലക്കുകയാണ്, നീ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. റിപ്ലി ആണെങ്കിൽ യാച്ചനോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. ഇവിടെ യാച്ചനും റോബിനും അവർ രണ്ടുപേരും കോൾനേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇപ്പോൾ റെഡി ആയിട്ട് കഴിഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.